രണ്ടും ഒന്നുമല്ല. ക്രിസ്മസ് പാപ്പമാർ 251 പേരുണ്ടായിരുന്നു. പാപ്പമാർക്ക് പ്രായം 6 മുതൽ 17 വയസ്സ് വരെ. തിരുപ്പിറവിയുടെ സന്തോഷം പങ്കുവച്ച് മിഠായികളുമായാണ് പാപ്പമാർ നിരത്തിലിറങ്ങിയത്. മധുരം നൽകിയതിനോടൊപ്പം ചില ഉപദേശങ്ങളും. സുരക്ഷിത യാത്ര ലക്ഷ്യം വെച്ചായിരുന്നു എല്ലാം. അമിതമായി വാഹനം ഓടിക്കരുത്, അനാവശ്യമായി ഓവർടേക്ക് ചെയ്യരുത്, സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ വാഹനം ഓടിക്കാവൂ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കും. ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്കറിയാം ഒരുപാട് അപകടങ്ങൾ കൂടി വരാൻ സാധ്യത മുൻനിർത്തി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഒരു മെസ്സേജ് കൊടുക്കുന്ന ഇതാണ്: റോഡ് അപകടങ്ങൾക്കെതിരെ നമ്മൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. 1ാം ക്ലാസ് മുതൽ +2 തലത്തിൽ വരെ പഠിക്കുന്നവരാണ് പാപ്പമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഹെഡ് മാഷുമാരായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും. നമ്മൾ വാഹനാപകടത്തിൽ അല്ലെങ്കിൽ റോഡിൽ മരിച്ച ആൾക്കാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ വാഹനം ഓടിച്ച് മരിച്ചവരെക്കാൾ കൂടുതലാണ് റോഡിൽ കൂടെ നടന്നു പോവുകയും റോഡ് ക്രോസ് ചെയ്ത ആൾക്കാർ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നടന്നു പോകുന്ന ആൾക്കാരുടെ ജീവിതം. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ റോഡിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാർക്ക് വളരെയധികം ശ്രദ്ധയും കെയറും കൊടുക്കണം. കരിമ്പ, മുറിഞ്ഞകല്ല് അപകടങ്ങൾ സൃഷ്ടിച്ച വിങ്ങലാണ് ക്രിസ്മസ് ആഘോഷത്തെ ബോധവൽക്കരണമാക്കി മാറ്റിയത്. റോഡ് നിയമങ്ങളെക്കുറിച്ച് കുട്ടികളിൽ ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് അവരെ അധ്യാപകർ നിരത്തിലേക്ക് നയിച്ചത്. ഉത്തരവാദിത്വത്തോടെയുള്ള ഡ്രൈവിംഗ് വീടുകളിലും ചർച്ചയാക്കണമെന്നതാണ് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.